ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിതയും മഹേഷും ഇഷിതയുടെ പ്രിയാമനയുടെ മാഷിൻ്റെ കൈകൊണ്ട് ചായയൊക്കെ ഒരുമിച്ച് കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ശരിയെന്നാൽ ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ പ്രിയാമണി പറയേണ്ട ഹാവോ ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത്. നോക്കിക്കേ മാഷേ, എന്തൊരു ചേർച്ചയായി രണ്ടുപേരും തമ്മിൽ. ഇപ്പോഴാണ് മനസ്സിനൊരു സന്തോഷമായത്. ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി അങ്ങോട്ട് പോകുക കേട്ടോ. അങ്ങനെ ഇഷിതയും മഹേഷും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത ചോദിക്കണ്ടേ, അല്ല നമ്മൾ എങ്ങോട്ടായി പോണത് എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും വിശുദ്ധ ചോദിക്കുകയാണ്, അല്ല നമ്മൾ എവിടേക്കാണ് പോണേന്ന്. അതെ, ഞാൻ പറഞ്ഞതല്ലേ ഒരു പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു നാവൊന്നും മുറിഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് ഇഷിത പറയാണ്. ആ സമയത്ത് മഹേഷ് ചോദിക്കണം, നാവ് ചിലപ്പോൾ മുറിഞ്ഞു പോയി എന്നൊക്കെ ഇരിക്കും. മുറിഞ്ഞാലും കുഴപ്പമില്ല, ഞാനേ തുന്നിത്തന്നോളാം, ഞാൻ ഡോക്ടറാണല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, നമ്മൾ പോണതേ എൻ്റെ കൂട്ടുകാരൻ വിപിൻ ദാസിൻ്റെ മായയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. ഇഷിത പറയുന്നുണ്ട്, അതെനിക്കറിയാം, അത് എവിടെയാണ് സ്ഥലമെന്ന് ഞാൻ ചോദിച്ചത്, അതെനിക്കും അറിയില്ല, അതിനല്ലേ ഗൂഗിൾ മാപ്പ്, ഞാൻ മാപ്പ് ഇട്ടിട്ടുണ്ട്, സ്ഥലമാകുമ്പോഴേക്കും അത് ഇറക്കിക്കോളും. ശരി എന്ന് പറയണം. ശേഷം ഇഷിത എടുത്ത് മഹേഷ് ചോദിക്കണം, ഞാൻ തൻ്റെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ചോദിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ ഇത്ര നേരം പറയാൻ തമാശയാണോ? കാര്യത്തിൽ ചോദിക്കാൻ പോവാടോ. ചോദിച്ചു മഹേഷ്, എന്താ ചോദിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ, അത് തൻ്റെ പേഷ്യൻ്റില്ലേ ആതിര, എൻ്റെ അല്ല, ന്യൂറോ പേഷ്യൻ്റാ, എന്താ? ഓക്കെ, എന്തായാലും ആതിരയുടെ റൂമിൽ ക്യാമറയൊന്നും ഇല്ലേടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ക്യാമറയില്ല. എന്താ മഹേഷ് അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, അവിടെ ക്യാമറ ഉള്ളത് നല്ലതായിരിക്കുമെന്ന് എനിക്കങ്ങനെ തോന്നി. ആതിരക്ക് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല, ശത്രുക്കളൊക്കെ എനിക്കല്ലേ ഉള്ളത് എന്ന് ഇഷിത പറയുമ്പോൾ, ശരിയാ, തനിക്കാണ് ശത്രുക്കളുള്ളത്, പക്ഷേ തന്നെ ബാധിക്കണ കാര്യങ്ങളിൽ ചെയ്യാനായിട്ട് ആർക്കൊരു മടിയുണ്ടാവില്ല. അതുകൊണ്ട് ആതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് ബാധിക്കുമെന്ന് മറ്റുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അൻസാരുടെ ആൾക്കാരെങ്ങാനും ഹോസ്പിറ്റലിൽ കയറി ആതിരനെ ഉപദ്രവിച്ചാലോ എന്ന് പറയുമ്പോൾ ഇഷിതയുടെ മുഖം അങ്ങോട്ട് മാറുവാട്ടോ. താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാനൊരു ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, താൻ മാറിക്ക് പഴയ മൂഡിലേക്ക് തന്നെ വന്നേ എന്ന് ഇഷിത എടുത്ത് പറയാണ്. അല്ല, തൻ്റെ തലയിൽ എന്തായിരിക്കുന്നത്? അത് റോസപ്പൂ ചിപ്പി തന്നതാ. കൊള്ളാം, അത് പക്ഷെ തലയിലല്ല ചെവിയിലാണ് വെക്കേണ്ടിയിരുന്നത് എന്ന് പറയാട്ടോ മഹേഷ്. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, അതെന്തായാലും ഞാൻ വെച്ചോളാം, നിങ്ങളുടെ തലയിലൊന്നുമല്ലല്ലോ, എൻ്റെ തലയിലല്ലേ ഇരിക്കണത്, എനിക്ക് ചിപ്പി തന്നതാ, ചിപ്പിക്ക് അറിയാം കറക്റ്റായിട്ട് എവിടെയാണ് വെക്കേണ്ടത്. ചിപ്പി തന്നത് കൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല എന്ന് മഹേഷ് പറയാണ്. അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് എത്തുവാട്ടോ. ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും മഹേഷ് ആകെ ഞെട്ടിപ്പോവാണ്. ഈ ഹോട്ടലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഡോറ് തുറന്നു കൊടുക്കണ്ട, ഇഷിതയുടെ ഡോറ് മാത്രമായിട്ട് തുറന്നു കൊടുക്കണം. എന്താണോ തനിക്ക് എൻ്റെ ഡോർ തുറന്നു തരാൻ അറിഞ്ഞൂടെ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, സോറി സർ, മാഡത്തിൻ്റെ തുറന്നു കൊടുത്തിട്ട്. ഓക്കെ അല്ല, ഇത് പഴയ 3 സ്റ്റാർ ഹോട്ടലായിരുന്നില്ലേ, ഇപ്പോൾ ഇതിൻ്റെ പേര് മാറ്റിയോ? മുമ്പ് ഇത് 3 സ്റ്റാർ ഹോട്ടലായിരുന്നു സാർ, ഇപ്പോൾ ഇതിൻ്റെ പേര് മാറ്റി, ഇതിപ്പോൾ റീജിയണൽ ഹോട്ടലാണെന്ന് പറയാണ്. ഇഷിത, വാ നമുക്ക് പോകാം. എന്താ മഹേഷ് ഇത്, എനിക്ക് ഈ ഹോട്ടൽ സെറ്റാവില്ല, വാ നമുക്ക് പോവാം. മഹേഷ്, എന്തൊക്കെയാണ് പറയണത്, താൻ വന്നേ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ തന്നെ വിപിൻ ദാസ് അങ്ങോട്ടേക്ക് വരുവാട്ടെ. മഹേഷ് നീ വന്നോടാ, വാ കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ മഹേഷ് വേഗം വിപിൻ ദാസിനോട് അകത്തേക്ക് പോവാട്ടോ. ഇഷിതനെ വിളിക്കുന്നു പോലുമില്ല. ഇഷിതക്കാകെ മടിയായിട്ട് നാണം കെട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. എന്തൊരു മനുഷ്യനെ, എന്നെ വിളിച്ചു പോലുമില്ല. എന്തെങ്കിലും ആവട്ടെ, ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഭാര്യനെ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ വിപിൻ ദാസ് മഹേഷിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. അവിടെ വിപിൻ ദാസിൻ്റെ ഭാര്യ 2-3 കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അപ്പം മായ പറയുന്നുണ്ട്, മഹേഷ് നീ ഇപ്പോൾ ആകെ മാറി, ഇപ്പോൾ സ്റ്റൈലായല്ലോ, വിപിൻ ദാസിൻ്റെ ബിസിനസ് താഴ്ന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും വിപിൻ ദാസ് പറയണം, അതെ മഹേഷ് ഇപ്പം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പഴയ ക്ലർക്ക് മഹേഷ് അല്ല, CEO ആണ്, ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ CEO എന്ന് പറയുമ്പോഴേക്കും അതെനിക്കറിയാം എന്ന് മായ പറയാണ്. അതെ വിപിൻ ദാസേ, എന്നെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിലേ ഞാനേ മഹേഷിൻ്റെ കൂടെ ഇറങ്ങി പോകും കേട്ടോ എന്ന് തമാശക്ക് മായ പറയാണ്. അത് കേട്ട് എല്ലാവരും ചിരിക്കുക കേട്ടോ. അങ്ങനെ വേണ്ടാത്ത രീതിയിലാണ് ഈ മായ എന്ന് പറഞ്ഞ സ്ത്രീ സംസാരിക്കുന്നത് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിനാകെ അവിടെ നിന്നിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുകയാണ്. മഹേഷ് അതായത് ഒരു 5 വർഷം മുമ്പത്തെ കാര്യം ആലോചിക്കുക കേട്ടോ, വേറൊന്നുമല്ല. അന്ന് മഹേഷ് ഇതേ പരിപാടിക്ക് തന്നെ, ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തന്നെ രജനിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രജനിയായിട്ട് വന്നപ്പോഴേക്കും എല്ലാവർക്കും രജനിയെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ആകാശ് അവിടെ വന്നപ്പോഴേക്കും ആകാശിനെ കൈയൊക്കെ രചന കൊടുത്ത സമയത്ത് ആകാശ് കയ്യിലൊക്കെ തലോടുന്നുണ്ടായിരുന്നു കേട്ടോ രചനയുടെ. ശേഷം അവിടെ കുറച്ച് മദ്യം കാര്യങ്ങളൊക്കെ വിളമ്പണ സമയത്ത് മഹേഷ് എടുത്ത് മദ്യം വേണം ചോദിക്കുമ്പോൾ മഹേഷ് വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പം മായ രചന അടുത്ത് പറയുന്നുണ്ട്, അതായത് വിപിൻ ദാസിൻ്റെ ഭാര്യ 5 വർഷം മുമ്പ് രചനയുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ മദ്യമൊക്കെ കുറച്ച് കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത്രയൊക്കെ മദ്യം കുടിക്കണോണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ മഹേഷ് കണ്ണുകൊണ്ട് വേണ്ട കുടിക്കേണ്ട എന്ന് രചനനെ കാണിക്കുകയാണ്. ശേഷം മഹേഷ് പറയുന്നുണ്ട്, ശരി നിങ്ങൾ സംസാരിക്കാൻ, ഞാൻ പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക കേട്ടോ. ആ സമയത്ത് ആകാശ് രചനയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാണ്. ആകാശ് എന്തേ കാണിക്കണതേ, ആരെങ്കിലും കാണും കേട്ടെ. ആരും കാണില്ല, നമ്മൾ എത്ര പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് കൊണ്ടുപോകണം, അവിടെ ആരുമില്ല കേട്ടോ. ശേഷം രചനനെ ഉമ്മ
വലിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രചന പറഞ്ഞിട്ട് മഹേഷ് ആകാശ് വേണ്ട, ദേ മഹേഷ് വരും കേട്ടോ എന്ന് പറയാണ്. ആ സമയത്ത് മഹേഷ് നമ്മുടെ രചനനെ അന്വേഷിച്ച് രഞ്ജു രഞ്ജു എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ആകാശ് പ്ലീസ് റോ എനിക്ക് ഒരൊറ്റ പ്രാവശ്യം താടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എത്ര പ്രാവശ്യം ഒളിച്ചും പാത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു, എനിക്കിപ്പോൾ തൻ്റെ കയ്യിൽ നിന്നൊരു കിസ്സ് കിട്ടിയേ പറ്റൂ, താടോ താടോ എന്നൊക്കെ പറഞ്ഞിട്ട് രചനയുടെ നിർബന്ധപൂർവ്വം കിസ്സ് കൊടുക്കുക കേട്ടോ. അത് വേണ്ടാത്ത രീതിയിലാണ് കേട്ടോ കിസ്സ് കൊടുക്കുന്നത്. പെട്ടെന്നാണ് അവിടേക്ക് മഹേഷ് വരുന്നത്. മഹേഷ് ആ കാഴ്ച കാണുന്നത് ആകെ ഞെട്ടിപ്പോവാണ്. മഹേഷ് അപ്പം തന്നെ ആകാശിനിട്ട് അടിയോടടിയാട്ടോ. രചന പറയുന്നുണ്ട് വേണ്ട വേണ്ട മഹേഷ് വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ മഹേഷ് ചോദിക്കണ്ടേ എന്താടി നിനക്ക് ഇവനെ തൊട്ടപ്പോൾ പൊള്ളിയോ, ഇവൻ നിൻ്റെ കാമുകനൊന്നും അല്ലല്ലോ എന്ന് മഹേഷ് മര്യാദക്കാണ് ചോദിക്കണത്. ആ സമയത്ത് രചന എടുത്ത വായിക്ക് പറയേണ്ടത് അതെ ഇതെൻ്റെ കാമുകനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കാമുകൻ എന്ന് പറയാണ്. അത് കേൾക്കണം മഹേഷ് ആകെ ഞെട്ടിപ്പോകുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ഒരു ഹോട്ടലിൽ 5 വർഷം മുമ്പ് നടന്നത്. അത് മഹേഷ് ഇപ്പോൾ ആലോചിക്കുകയാണ്. ശേഷം വിപിൻ ദാസ് വരുന്നുണ്ട്. എടാ മഹേഷ് ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് കേട്ടോ, കുറച്ച് വെള്ളം അടിച്ചോ എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് അവിടെ നിന്ന് 2-3 പെഗ് അടിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ആകാശും രചനയും കൂടി വരുന്നത്. അവരങ്ങനെ നടന്നു വരുമ്പോഴേക്കും ഇഷിത മുമ്പിൽ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇഷിതനെ ആരും വിളിക്കാത്തതുകൊണ്ട് മുമ്പിൽ തന്നെ നിന്ന നിപ്പിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ശേഷം നമ്മുടെ ആകാശും അതുപോലെ തന്നെ രചനയും കൂടിയിട്ട് അകത്തേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മഹേഷ് മുകളിലേക്ക് കയറി പോവാണ്. ശേഷം രചനയെടുത്ത് ആകാശ് പറയുന്നുണ്ട് അതെ താൻ വരുമ്പോൾ സമയത്ത് ഇഷിതനെ കണ്ടിരുന്നോ? ഇല്ല കണ്ടില്ല. അയാൾ മുറ്റത്തുണ്ടായിരുന്നു, താനൊന്ന് പോയി സംസാരിക്കേ. ശരിയാവില്ല, ഞാൻ സംസാരിക്കുന്നില്ല ആകാശ് എന്ന് രചന പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, അതെ നമുക്ക് ഇഷിതനെ ആവശ്യമുള്ളതാണ്, അത് താൻ മറക്കരുത് കേട്ടോ, പോയി സംസാരിക്കടോ, അതൊക്കെ മറന്നു കാണും അയാൾ, പോയി സംസാരിക്കുമെന്ന് പറയാണ്. ശരി ഞാൻ പോയി സംസാരിക്കാം, എന്നിട്ട് കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് പറയണം. അങ്ങനെ രചന ഇഷിതയുടെ അടുത്തേക്ക് പോവാണ്. ഇഷിത താനെന്താടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാം. അപ്പോൾ കുറച്ച് പൊങ്ങച്ച പെണ്ണുങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. കൂടെ മായയുണ്ട്, അവരൊക്കെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന പെണ്ണുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാം അങ്ങനെ രചനനെ കാണുമ്പോൾ പറയുന്നുണ്ട് വാവ് രചന നീ സുന്ദരിയായിക്കണു, നിനക്ക് 10 വയസ്സോടി കുറഞ്ഞല്ലോടി, 22 വയസ്സായ പോലെയുണ്ട്. മുമ്പ് മഹേഷിൻ്റെ ഭാര്യ എന്ന സമയത്ത് നിന്നെ കാണാൻ ഒരു മെനയും ഉണ്ടായില്ല, ഇപ്പം നീ എന്തൊരു സുന്ദരിയാ, എന്താ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ എടുത്ത വായിക്ക് രചന പറയുന്നുണ്ട് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എൻ്റെ ആകാശിൻ്റെ പ്രണയമാണ്, സ്നേഹമാണ് എന്നൊക്കെ പറയാണ്. അതെ ഈ മഹേഷ് ഒരു ബോറനാണ് എന്ന് ആ പെണ്ണുങ്ങൾ ഇഷിതയുടെ മുമ്പിൽ പറയാട്ടോ. ആ സമയത്ത് രചന ചിരിക്കുകയാണ്. അതെ അതെ നിങ്ങൾക്കത് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, നീ മഹേഷിനൊക്കെ ഒന്ന് രക്ഷപ്പെട്ടടി എന്നൊക്കെ മായ എന്ന് പറഞ്ഞ പെണ്ണ് പറയാം. അതിനുശേഷം മായ പറയുന്നുണ്ട് മുമ്പേ ഈ മഹേഷിന് എന്നിലൊരു നോട്ടുണ്ടായിരുന്നു, എത്ര പ്രാവശ്യം അയാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് അറിയാവോ. അപ്പോഴേക്കും നമ്മുടെ ഇഷിതക്ക് ദേഷ്യം വരട്ടെ, നിർത്തടിയല്ല ഈ മഹേഷ് ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാവോ, എൻ്റെ ഭർത്താവ് എങ്ങനത്തെ ഉള്ള ഒരാളാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെയൊക്കെ ചൊറിച്ചിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, മൂക്കുമൊട്ടം തിന്നുക, വെള്ളം അടിക്കുക, എന്നിട്ട് മറ്റുള്ളവർ ഭർത്താക്കന്മാരെ പറയുക, കിടപ്പറ സീനുകളൊക്കെ പറഞ്ഞ് രസിക്കുക, നിങ്ങളെപ്പോലെ പെണ്ണുങ്ങൾക്ക് ഇത് ചേരുള്ളൂ, അവരെൻ്റെ ഭർത്താവിനെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു, ഇനി മഹേഷിൻ്റെ പേര് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കൊക്കെ ഉണ്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണുങ്ങളെല്ലാം തന്നെ ഇഷിത വലിച്ച് കീറുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. എപ്പിസോഡ് ഇപ്പോൾ വന്നേ ഉള്ളൂ, ഡിലേ ആയിരുന്നു, അതുകൊണ്ട് സ്പീഡിലൊന്ന് പറഞ്ഞു പോയതാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്, അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.